ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഗ ക്ലാസ്സിലെ ടൂറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് ആ ടൂറിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു പോവാം. 25 ലേഡീസും 7 കുട്ടികളും അടങ്ങുന്ന ഒരു ടീമാണ് യാത്ര പോകുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. യാത്രയിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിരുന്നു. കൃത്യം 7:30 തന്നെ സ്റ്റാർട്ട് ചെയ്തു. ലേഡീസ് ഓൺലി ടൂർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. നന്ദു തന്നെ ആയിരുന്നു യാത്ര കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ആട്ടിയാൻപാറ, നിലമ്പൂർ തേക്ക് മ്യൂസിയം, മലപ്പുറം കോട്ടക്കുന്ന് പാർക്ക് ഇത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കരുതിയിരുന്നു. എല്ലാവരും ഭയങ്കര ഉഷാറിലാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആട്ടിയമ്പാറ എത്തുന്നതിന് മുമ്പ് നല്ലൊരു സ്പോട്ട് കണ്ടപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ചിക്കൻ കടായി, പത്തിരി, പൊരിച്ച പത്തിരി, പലതരം വിഭവങ്ങളായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. എല്ലാം ഹോം മെയ്ഡ്. പത്തിരിയും കോഴിക്കറിയൊക്കെ കഴിച്ചുള്ള യാത്ര, അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് വന്നാലും ഫുഡിന് ഒരു കോംപ്രമൈസും പാടില്ല എന്നതായിരുന്നു ആദ്യത്തെ സജഷൻ. അത് അക്ഷരം പ്രതിപാലിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു യാത്ര തുടങ്ങി. മോളെ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ആട്ടിയമ്പാറ എത്തി. നിലമ്പൂർ താലൂക്കിലെ കുമ്പളങ്ങാട്ട് ഗ്രാമത്തിലെ ഒരു വെള്ളച്ചാട്ടമാണ് ആട്ടിയമ്പാറ വെള്ളച്ചാട്ടം. നിലമ്പൂർ ടൗണിൽ നിന്നും 14 കിലോമീറ്റർ അകലെയാണ് ആട്ടിയൻപാറ എന്ന സ്ഥലം. ഇതൊരു സീസണൽ വെള്ളച്ചാട്ടമാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് വളരെ കുറവായിരിക്കും. കമ്പി കൊണ്ട് ചുറ്റുഭാഗം വേലി കെട്ടിയത് കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും അനുമതിയില്ല. കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് എല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു. ഇനി പോകുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കാണ്. നിലമ്പൂർ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 1844 നിലമ്പൂരിൽ നട്ടുപിടിപ്പിച്ച ആദ്യത്തെ തേക്കിൻ തോട്ടമാണിത്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ തേക്ക് മ്യൂസിയം ഇന്ന് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2 നിലകളിലുള്ള ഈ മ്യൂസിയം ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ്.
തേക്ക് കൊണ്ട് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഫർണിച്ചറുകളാണിത്. പഴയ കാലത്തെ ഒരു മണിയറയാണത്ര ഇത്. മ്യൂസിയത്തിന് പുറത്തായിട്ട് വലിയൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരു കുഞ്ഞു പാർക്കും റെഡിയാക്കിയിട്ടുണ്ട്. ഭാഗത്തായിട്ട് ഫുൾ ഔഷധ ചെടികളാണ്.
ഇതിനകത്ത് നിന്നും പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം 2 മണി. അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ശുക്രിയ ബസിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഡ്രൈവർക്ക് ഭയങ്കര നിർബന്ധം. അതും സാധിപ്പിച്ചു. ഇനി പോകുന്നത് മലപ്പുറം കോട്ടക്കുന്നിലേക്കാണ്. മലപ്പുറം ടൗണിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടക്കുന്ന് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ പിക്നിക് സ്പോട്ടാണ്. ഒരുപാട് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ് കോട്ടയുള്ള മല എന്നർത്ഥം വരുന്ന കോട്ടക്കുന്ന്. ഇവിടെയാണത്ര ബ്രിട്ടീഷുകാരോട് പോരാടിയതിന് സ്വാതന്ത്ര്യ സമര സേനാനി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി വെടിയേറ്റ് മരിച്ച സ്ഥലം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കുന്നിന്റെ മുകളിൽ ഒരു കോട്ട ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഇതിന് കോട്ടക്കുന്ന് എന്ന പേര് വന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മലപ്പുറം ടൗണ് കാണാം. ഫാമിലി ആയിട്ട് സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ല ഗാർഡനും പാർക്കും ഒക്കെ തന്നെയാണ് ഇവിടത്തെയും പ്രത്യേകത. ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ചുറ്റിക്കറങ്ങി പിന്നെ യോഗയും ഗെയിംസും ഒക്കെ ആയിട്ട് സമയം ചെലവഴിച്ചു. ഗെയിംസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ടയേർഡായി. ഇനി അടുത്ത പരിപാടി ചായക്കുടിയാണ്. ഇതൊക്കെ മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളായിരുന്നു എല്ലാവർക്കും. എല്ലാവരും വീട്ടിൽ നിന്നും പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്നു. അവസാനമായി കുട്ടികളെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞു. ഓരോ ഐസ്ക്രീമും കഴിച്ചു. ഇനി നാട്ടിലേക്കുള്ള യാത്ര. ഇനി ഓരോരുത്തരായിട്ട് യോഗ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള മാറ്റത്തെക്കുറിച്ചും ടൂറിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു ലേഡീസ് ഓൺലി 1 ഡേ ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.